നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു കാലങ്ങളായിട്ട് ബോംബ് ഭീഷണികളുടെ ഒരു പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണെങ്കിലും പല സർക്കാർ സ്ഥാപനങ്ങളും പോലീസ് സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും അടക്കം നിരവധി സ്ഥലങ്ങളിലേക്കാണ് ഇമെയിൽ വഴിയൊക്കെ തന്നെ ഇത്തരത്തിൽ ബോംബ് ഭീഷണികൾ ഉയരുന്നത്. ഇപ്പോഴിതാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇപ്പോൾ ഒരു ബോംബ് ഭീഷണി സന്ദേശം വന്നിരിക്കുകയാണ്. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോമ്രേഡ് പിണറായി വിജയൻ എന്ന മെയിൽ ഐഡിയിൽ നിന്നാണ് ഇപ്പോൾ ഭീഷണി ലഭിച്ചതെന്ന് വാർത്താ ഏജൻസിയായ ANA അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് പിണറായി വിജയൻ എന്നുള്ള ഒരു പേര് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മെയിൽ ഐഡിയിൽ നിന്നാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ഈ കെട്ടിടത്തിൽ 4 ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇന്ന് 3 മണിക്ക് പൊട്ടുമെന്നാണ് സന്ദേശത്തിലുള്ളത്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. അതും പിണറായി വിജയൻ എന്നുള്ള കോമ്രേഡ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മെയിൽ ഐഡിയിൽ നിന്ന്, വ്യാജ മെയിൽ ഐഡിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബോംബ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഇതുവരെയായിട്ടും സംശയാസ്പദമായ രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് കേസെടുത്തും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. BSIയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ഇമെയിൽ വഴിയാണ് ഈ ഭീഷണി സന്ദേശം ലഭിച്ചതെന്ന് പോലീസ് പറയുന്നു. ഞായറാഴ്ച എക്സ്ചേഞ്ചിന് അവധിയായതിനാൽ തിങ്കളാഴ്ചയാണ് ഭീഷണി സന്ദേശത്തെക്കുറിച്ച് അധികൃതർ അറിയുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഫിറോസ് ടവർ കെട്ടിടത്തിൽ 4 RDX IED ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അവ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊട്ടുമെന്നായിരുന്നു ഇമെയിൽ സന്ദേശത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരുപക്ഷെ ഇത് വ്യാജമാകാം. പക്ഷെ എന്നിരുന്നാലും ആളുകൾക്കുണ്ടാക്കുന്ന ഒരു ആശങ്ക അത് വളരെ വലുതാണ്. പലപ്പോഴും പോലീസുകാരെയും അന്വേഷണ സംഘത്തെയൊക്കെ തന്നെ ഇത്തരത്തിൽ കബളിപ്പിക്കാനായിട്ട് പല രീതിയിലുള്ള വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വരാറുണ്ട്. വിമാനങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്, വിമാനത്താവളത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വാർത്തകൾ പല രീതിയിൽ നടക്കാറുണ്ട്. എന്നിരുന്നാലും വളരെ വേഗത്തിൽ തന്നെ ബോംബ് സ്ക്വാഡൊക്കെ എത്തി പരിശോധന നടത്താറുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ ഭീഷണി സന്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും തന്നെ അത് തെളിയിക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇതും അപ്രകാരമായിരിക്കുമെന്ന് തന്നെ കരുതുന്നു. ഇതുവരെയായിട്ടും ഒന്നും തന്നെ അവിടെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഏതായാലും ഭാരതീയ ന്യായ സംഹിതയുടെ 351(1)(b), 353(2), 351(3), 351(4) എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്താണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിലെ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഇതൊരു വ്യാജ മെയിലാണെന്നാണ് പോലീസ് പറയുന്നത്. മുൻപും സമാനമായി ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിനും സമാന ഭീഷണി ലഭിച്ചിരുന്നു. ഇമെയിൽ അയച്ചയാൾ RDX ഉപയോഗിച്ച് സുവർണ ക്ഷേത്രത്തിന്റെ ലങ്കർ ഹാൾ പൊട്ടിത്തെറിപ്പിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരുന്നത്. ഏതായാലും അവിടെയും അന്വേഷണം നടത്തിയിരുന്നു. പക്ഷെ അതും ഒരു വ്യാജ സന്ദേശമാണെന്ന് തെളിയുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ പറയുന്ന മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിലും അവിടെയും വലിയ രീതിയിൽ തന്നെ അവിടെ അന്വേഷണം നടക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് നമ്മുടെ കേരളത്തിൽ ക്ലിഫ് ഹൗസിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു സന്ദേശം തമ്പാനൂർ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ക്ലിഫ് ഹൗസിലും പരിസരത്തൊക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നു. അതും വ്യാജമാണെന്ന് തെളിയിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ആളുകളെ കബളിപ്പിക്കാനായിട്ട് ധാരാളം വ്യാജ സന്ദേശങ്ങളും പരാതികളാണ് ആളുകൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുകയാണ് അന്വേഷണ സംഘങ്ങൾ എന്ന് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേരളത്തിൽ അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് പോയേക്കുമായിരുന്നു. ഇന്ന് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും DGPയും ഉദ്യോഗസ്ഥരും വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ജൂലൈ 5-നായിരുന്നു മുഖ്യമന്ത്രി US-ലേക്ക് പോയത്. മയോ ക്ലിനിക്കിൽ നടത്തിയിരുന്ന ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു യാത്ര. പകരം ചുമതല ആർക്കും കൈമാറിയിരുന്നില്ല. ഫയലുകൾ ഓഫീസ് വഴി കൈകാര്യം ചെയ്തു. അടുത്ത മന്ത്രിസഭാ യോഗം 17-ന് ചേർന്നേക്കും. അന്ന് തന്നെ പാർട്ടി നേതൃയോഗത്തിനായി മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്.